ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോണ്ടാ. ഇന്നത്തെ ദിവസം ഒരു മൂടി കെട്ടിയ പോലെ എടുത്ത ദിവസമായിരുന്നു. അല്ലേ, വലിയ മഴയും ഉണ്ടായില്ല, വലിയ വെയിലും ഉണ്ടായില്ല. തുണികളൊന്നും ഇട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ടായില്ല. ഈ തുണികൾ ഉണങ്ങാണ്ടിരിക്കുമ്പോൾ ഒരു പൊട്ട മണം വരാണ്. ഇപ്പം നമ്മൾ റൂമിലിട്ട് കഴിഞ്ഞാലും ഒരു മണം വരണം. മോളിൽ കൊണ്ടിട്ടാലും ഈ സംഭവം ഉണങ്ങണില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മഴക്കാലത്തുള്ള മെയിൻ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതാണ്. പിന്നെ റൂട്ട് കനാലിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അതിന് കുറച്ചു നേരം കഴിയുമ്പോൾ പോകണം. അതായത് ഇവന്മാർ ഉറങ്ങി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരച്ചിൽ ബഹളം, വീട് പൊളിച്ചടക്കും നമ്മുടെ ആദംകുട്ടൻ. അബ്രുവിനെ മേയ്ക്കാൻ കുഴപ്പമില്ല, അബ്രു ഓക്കെയാണ്. അബ്രുവിന് ഇപ്പം എന്നെ കാണുന്നത് ചിലപ്പോൾ പോണത് കാണുമ്പോൾ ഉള്ള കരച്ചിൽ ബഹളം ഉണ്ടാവുള്ളൂ. കാണാണ്ട് പോയി കഴിഞ്ഞാൽ അബ്രു പ്രശ്നമില്ല. പക്ഷെ ആദം 2 സെക്കൻഡ് വെച്ച് എന്നെ അന്വേഷിക്കും, അമ്മ എവിടെയെന്ന്. അപ്പം അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവന് മനസ്സിലാവും ഞാൻ പോയി എന്നുള്ളത്. ഇവൻ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ പറയണ കാര്യങ്ങൾ, ഇപ്പം ഞാൻ അമ്മിച്ചോടാണ്, ഇപ്പം ഞാൻ ഇന്ന് പോവും, അങ്ങനെ പറയണ കാര്യങ്ങളൊക്കെ ഇവൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇവന്മാർ ഉറങ്ങി കഴിഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിക്കും ഒതുക്കാൻ പറ്റില്ല, ആദത്തിന് ഒതുക്കാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം തന്നെ. അപ്പം പിന്നെ കരച്ചിൽ കണ്ടു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനക്കേടാണ്. കൊച്ചു കരയുന്നുണ്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അവനും അതൊരു സങ്കടവും എനിക്കൊരു സങ്കടവും. അപ്പോൾ അത് വേണ്ട, ഒരു ഉറങ്ങി കഴിഞ്ഞ് സമാധാനത്തിൽ പോവാം. അപ്പം ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ എന്തായാലും വരില്ല, ഇന്ന് ഇവന്മാർ ഇന്നലെ അപ്പച്ചനുണ്ടായില്ല. അപ്പം ഇന്ന് എന്തായാലും പോകുമ്പോൾ ഇവർ ഉറങ്ങിയിട്ടേ പോകുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ പോണ സമയത്ത് ഞാൻ വരുള്ളൂ, ഡോക്ടർ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറി ഇവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങണം. നീ എവിടേക്ക് പോടാ? അപ്പുരം അങ്ങോട്ട് പോയി അപ്പാപ്പനെ അന്വേഷിച്ച്. ദേ പോട്. കാണിക്കണേ വായോ, ഇങ്ങോട്ട് വായോ. അവനുണ്ടല്ലോ അപ്പാപ്പൻ ഡ്രസ്സ് മാറിയല്ലോ വരാണ്ടിരിക്കുള്ളൂ. അപ്പാപ്പാന്ന് പറഞ്ഞേ. അപ്പാപ്പ ചേട്ടൻ തിരി കാണിക്കണേ. കുർണി വാ, അലക്കണ്ട നീ അവിടെ വെക്കി. അമ്മാമനെ കൊടുത്തേ. ആദാ നീ കിടന്നോ? സൈഡിൽ കിടന്നോ? അവന്റെ സൈഡിൽ കിടന്നോ? അവന് ഇല്ല, അതിൽ സൈഡിൽ കിടന്നോ? അബുലിനെ അവിടെ കിടത്ത, അവന്റെ അടുത്ത് കിടക്കാനാ. നീ കിടക്ക്. അപ്പൊ അവന് സ്ഥലം കൊടുക്ക്. സ്ഥലം കൊടുക്കണ്ടത് കിടക്കണം. നല്ലോണം എടുത്തോണ്ട് പോണ ചെക്കന് ഇതിട്ട് ചെയ്യണ്ടല്ലേടാ. അതേ കിടന്നൂടാ, അതേ കിടക്കണ്ട, ഇഷ്ടായി. എന്റെ മതി. അയ്യോ, അടുത്ത ഉണ്ണി കിടന്നു. ഉണ്ണി ഉറങ്ങിയാ? എന്നിട്ട് നോക്കണത് ഇന്നലെ ആരാ കരഞ്ഞത് കുളത്തിന്റെ അവിടെ നിന്ന് വന്നപ്പോ? അപ്പൊ അവന് എത്ര അടി കൊടുത്തു ഇന്നലെ? 3 അടി. PH കൊണ്ടുപോയാ? നമ്മുടെ അബ്രുമുത്തേ നടന്നൊരു 2-3 സ്റ്റെപ്പൊക്കെ നടന്നു തുടങ്ങിയിട്ടാ. എങ്ങനെ നടക്കാ? ആദം ചേട്ടൻ കൈമ പിടിച്ച് നടത്തും. ആദം ചേട്ടൻ ഉണ്ണിക്ക് ചോറ് മാമ കൊക്കും. കണ്ട അബുരു തലമുട്ടാൻ കയറി. അവനാണെങ്കിൽ ഒരു നേരെ ഇരിക്കാൻ നേരില്ല. ഡൈനിങ് ടേബിളിന്റെ അടിയിലേക്ക് ഇതേ കണ്ട പോയി നിൽക്കണോക്ക് കുറുമ്പൻ. അതിൻ്റെ ഉള്ളിൽ കയറി തലമുട്ട.
വരാൻ പറഞ്ഞണ്ടാ. ഇവന്റെ കളി എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഡൈനിങ് ടേബിളിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടിടാ, എന്നിട്ട് ഇവനെ നൈസായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോവാ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങുക. ഇത് തന്നെയാണ് അവന്റെ മെയിൻ കളി. തല അവിടെ അറ്റത്ത് മുട്ടില്ല, കാരണം അത്രത്തേക്ക് ഹൈറ്റ് എത്തിയിട്ടില്ല. എന്നാലും നമ്മൾ നോക്കി ഇരിക്കണം, അല്ലെങ്കിൽ ആളിടിഞ്ഞ് പൊളിഞ്ഞ് വീഴും കസേര. ചേട്ടനാണെങ്കിൽ ഈ ജീപ്പിന്റെ പാർട്സ് ഇളക്കി, ഇപ്പൊ ജീപ്പ് പാർട്സ് ഇളക്കി ജീപ്പ് എവിടെയാന്ന് അന്വേഷിക്കണം. അപ്പൊ എന്നിട്ട് ചെയ്യണ്ടേ ജീപ്പ്? അതിനമ്മ അങ്ങനെ കുഞ്ഞുണ്ണി എഴുപ്പ് ഓർക്കാറ്. അമ്മേ കുഞ്ഞുണ്ണി, നല്ല കുഞ്ഞുണ്ണിയാ. പോണു കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി വാ വാ. അവിടെ ആട്ടി കെട്ടൂടെ അവിടെ അബ്രുവിന്റെ കാര്യം മാത്രം കൊച്ചിന് അതുള്ളൂ. ചേട്ടനാണ് ഉണ്ണീനെ നോക്കണത്. ചോറുമാമ കൊക്കോ കുളി കൊണ്ടുപോവോ? ആദ്യം കുളി പോവാൻ പോണെന്ന് പറഞ്ഞു. ആദ്യം പറയാണ് ആദ്യത്തിന് ബാഗ് വേണം, പുസ്തകം വേണം, നാളെ കുളി പോണെന്ന് അല്ലേ. ഇന്നലെ രാത്രി വെറുതെ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബാഗ് പുസ്തകം കിട്ടി കഴിയുമ്പോ വീട്ടിലിരിക്കാനെന്ന് തന്നെ. അവന്റെ കാട്ടായും കണ്ട ഒരു ട്രൗസർ ഇവിടെ ഇട്ടിട്ട് അത് എടുക്കാൻ എത്തിക്കണോക്കിയ കുറുമ്പൻ അട്ടിയുണ്ട്. ഇത് വേണം എനിക്ക്, കുറുമ്പനാട്ടി വേണം. ഞാനേ ഹോസ്പിറ്റലിൽ പോകാൻ പോകണ്ട. പല്ലുവേദനയുടെ റൂട്ട് കനാൽ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞല്ലോ. ഇതിന്റെ സെക്കൻഡ് സെക്ഷൻ ഇന്നത്തേക്ക് പറഞ്ഞേക്കണം. അപ്പം ഇന്നലെ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും എനിക്ക് വരാൻ പറ്റില്ല, കാരണം അപ്പച്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പച്ചനുള്ളപ്പോൾ പോയാലേ പറ്റുള്ളൂ. അപ്പം ഇപ്പം പിള്ളേരെ ഉറങ്ങണ സമയം നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന്മാരെ ഉറങ്ങാണ്. എനിക്ക് ഞാൻ അമ്മാമേനെ കൊല്ലോന്നുള്ളതാണ് എനിക്ക് പേടി. അപ്പോൾ ഞാൻ പോണതിന് മുന്നേ ചോറിനിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ പറ്റണ്ടായില്ല. പല്ലിങ്ങനെ അവരിവിടെ മരയിപ്പിച്ചില്ല. പിന്നെ എനിക്ക് ആകെപ്പാട് ഒരു സുഖം ഉണ്ടായില്ല. വന്നപ്പോൾ ഒന്നും കഴിച്ചില്ല. അപ്പോൾ പോണതിന് മുന്നേ ചോറിൻ്റെ കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനം ഉണ്ടല്ലോ. ഇന്നെന്തോലെ വേദന സഹിക്കേണ്ടി വരിക. അന്ന് ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് അക്രമാവോ? ഡോക്ടർ പറഞ്ഞത് അന്നത്തെ വേദന ഉണ്ടാവുള്ളൂ, ഇന്ന് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ അറിയില്ല, ചെല്ലുമ്പോൾ അറിയാം. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർ 10 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഹോസ്പിറ്റലിൽ പോയി വന്നു. ഇവിടെ ഫുള്ള് ഇങ്ങനെ മരയിച്ചിരിക്കുക. മുരയിപ്പിച്ചിട്ടേ ആദകൂട്ടം കണ്ടിട്ടില്ല. കരച്ചിലും ബഹളായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എത്തി കാണുന്നുണ്ട് ഒരു എന്തോ ഒരു പ്രശ്നം. റൂട്ട് കനാൽ ചെയ്ത് സെറ്റായിട്ടാണ് അവര് മറ്റേ എന്താ പറയാ 2 സ്റ്റെപ്പും കഴിഞ്ഞു. ഇത് വെച്ചു, പേസ്റ്റ് വെച്ച് ഇങ്ങനെ വെച്ചേക്കാം. പക്ഷെ ക്യാപ്പ് ഇട്ടിട്ടില്ല. ഇപ്പം ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പല്ലെന്തോ കട്ട് ചെയ്യണം, എന്നിട്ടാണ് ക്യാപ്പിൻ്റെ അളവ് എടുത്തിട്ട് ഇടണേ. ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ പരിപാടി കഴിഞ്ഞു. ഇവിടേക്ക് ഇങ്ങനെ മറയിച്ചിരിക്കണ കാരണേ എന്തോ ഒരു അസ്വസ്ഥത. ഒന്ന് കഴിക്കാനോ വെള്ളം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. കാരണം ഒരു പേസ്റ്റ് ഇങ്ങനെ വെച്ചേക്കണ കാരണം അത് സെറ്റ് ആവണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പോവും. ആദംകൂട്ടൻ ഉറങ്ങി കുഴപ്പമുണ്ടായില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കഴിഞ്ഞപ്പോൾ അമ്മയാണോ തപ്പി നോക്കി. കരച്ചിൽ ബഹളോടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ എത്തിയിട്ടുണ്ടായി. ഞാൻ കടയിൽ കയറി 2-3 മിഠായിയും അതുപോലെ ഇത്തിരി ബിസ്ക്കറ്റ് ജംസ് മിഠായി ഒക്കെ വാങ്ങിച്ചുകൊണ്ടുണ്ടായി. പക്ഷെ ഞാനാ വാങ്ങിച്ചുകൊണ്ടെന്ന് കണ്ടില്ല. ഇവൻ എന്തിട്ട് ചെയ്തതെന്നറിയോ? അവനപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പുറത്തെ വാതിലക്കോടെ ഇങ്ങോട്ട് വേഗം കയറി റൂമിൽ കയറി ഡ്രസ്സ് മാറാൻ നിന്നപ്പോഴേക്കും അവൻ അപ്പുറത്ത് കൂടെ മോളിക്ക് കയറി വന്നു. ഞാനിവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി ടെസ്റ്റിങ്ങിന്. അപ്പോഴേക്കും ഞാൻ ഡ്രസ്സ് മാറി സെറ്റായിട്ടുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടായിടാ അത് കൂട്ടാന്ന് പറഞ്ഞു. അപ്പം പിന്നെ വിശ്വസിച്ച് വലിയ സന്തോഷമായി. മിഠായി അപ്പാപ്പൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അമ്മ കൊണ്ടുവന്നതല്ല. അതിനോട് ചോദിച്ചിട്ടാ അമ്മ എങ്ങോട്ടാ പോയേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങോട്ടും പോയില്ലല്ലോ, അമ്മ ഇവിടെ ഉണ്ടായില്ലോ, ബാത്റൂമിലായിരുന്നല്ലോ, ആദം കണ്ടില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനെ സെറ്റാക്കി നിർത്തി. വലിയ വിചാരിച്ച പ്രശ്നമില്ല. അലമ്പാവണേന് മുൻപ് ഞാൻ എത്തിയിട്ടുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ അമ്മാമ്മയും പാപ്പനും കൂടി കോഴിമിഠായി ഒക്കെ കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുറം 2-3 പ്രാവശ്യം എനിക്ക് അമ്മച്ചി തട്ടി കഴിഞ്ഞപ്പോൾ അപ്പുറം ഉറങ്ങിയെന്ന് പറഞ്ഞു. അവനെ കൊണ്ട് കുഴപ്പമുണ്ടായില്ല. അതാണ് തപ്പിപ്പോൾ കരച്ചിലും ബഹളം അങ്ങനെ തുടങ്ങിയപ്പോഴേക്കും കറക്റ്റ് ടൈമിങ്ങിൽ ഞാൻ വീട്ടിൽ ലാൻഡ് ചെയ്തു. ഇനിയിപ്പം ഈ സാധനം റൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് പോകണം, ക്യാപ്പ് ഇടാൻ പോകണം, ഇനിയും പോകണം. ദൈവമേ കഴിഞ്ഞിട്ടില്ല, പ്രൊസീജിയേഴ്സ് ഇനിയും ഉണ്ട്. ആ ക്യാപ്പ് ഇടലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ അവര് എന്നിട്ട് പറയാ റൂട്ട് കനാൽ ചെയ്ത് എന്തൊക്കെ പേപ്പർ മറ്റേ എന്താ പറയാ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒപ്പിടിക്കുക, അതുപോലെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒപ്പിടിച്ചിട്ടാ. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പല്ല് വേദനയാണ്, അതുപോലെ തന്നെ 2 അമ്മമാർക്കും വയ്യ, അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ടായി, പോസിറ്റീവും വന്നിട്ടുണ്ടായി.
കമൻറ്റുകൾ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. വീഡിയോയുടെ വിമർശനങ്ങളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിലും എല്ലാം പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഇല്ലാതെ ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് പല്ലുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ചിലവർ പറഞ്ഞു അത് വെറുതെ പറയുന്നതാണ്. അതായത് എനിക്ക് പല്ല് വേദന എടുത്തിട്ട് ഒരാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അത് പല്ലുവേദനയുടെ ഇടയിൽ കൂടെയാണ് ഞാൻ സംസാരിച്ചത്. അതുപോലെ തന്നെ പല്ലുവേദന കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പെയിൻ കില്ലറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചത്. അല്ലാണ്ട് ഒരു മനുഷ്യന് പല്ലുവേദനയുടെ സമയത്ത് സംസാരിക്കാൻ പറ്റില്ല. എനിക്കറിയാം പല്ലുവേദന എന്ന് പറഞ്ഞാൽ പ്രസവ വേദനയേക്കാൾ അക്രമ വേദനയാണ്. ഒരു കുത്തിയുള്ള വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷെ ആ സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തത് വേറെ ഒന്നുമല്ല. ഞാൻ ഈ ചാനലിൽ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. എനിക്കിപ്പോൾ എന്ത് സന്തോഷമാണെങ്കിലും ഞാൻ പറയുന്നുണ്ട്. എൻ്റെ എന്ത് സങ്കടങ്ങളും ഞാൻ അതാണ് പറയുന്നത്. എനിക്കിപ്പോൾ ആരുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അതൊരു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു എന്തോ ഒന്ന് പോയ പോലെയാണ്. അത് ഷെയർ ചെയ്യാൻ നമുക്ക് കുറച്ച് ആൾക്കാരുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പല്ലുവേദനയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അമ്മമാർക്കും വയ്യ എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ അതിൽ കുറച്ച് നെഗറ്റീവ് വന്നപ്പോൾ എനിക്ക് സത്യം പറയാൻ എനിക്ക് സങ്കടം വന്നു. എനിക്ക് പല്ലുവേദനയാണ്, ഞാൻ വെറുതെ പറയുന്നതാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ എനിക്കത് ഞാൻ ഇല്ലാണ്ട് പറയണ കാര്യം എന്തല്ല. ഇനിയിപ്പോൾ എനിക്ക് വിത്ത് പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് പല്ല് ദേ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പല്ല് തുറന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും റൂട്ട് കനാൽ ചെയ്യണ്ടേ, ഞാൻ നോണയൊന്നും പറയുന്നതല്ല കേട്ടോ, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഒരു 1.5 അടം വെച്ചിട്ട് ഈ വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ എനിക്ക് പോകണം. എനിക്കിപ്പോൾ വയ്യാണ്ടായി ഞാൻ കിടന്നു കഴിഞ്ഞാലും ആ വീഡിയോ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ അത് കാത്തിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം വഴിക്കൂടെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് വർത്താനം പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മളുടെ അടുത്ത് നമ്മളറിയണം, നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവർ നമ്മുടെ വീഡിയോ വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കേണ്ടാവും. അതുപോലെ അവർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ വീഡിയോ പല്ലുവേദനയുടെ ആണെങ്കിലും എനിക്ക് വയ്യെങ്കിലും എനിക്ക് അത്ര സഹിക്കാൻ പറ്റാത്ത വേദന ആണെങ്കിലും ഞാൻ എടുത്തത്. നമുക്കിപ്പോൾ വയ്യെങ്കിലും നമ്മൾ ചെയ്യണ ഒരു ജോലി, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. നമുക്ക് എത്ര വയ്യായിക ഉണ്ടെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷെ നമ്മൾ ആ ചെയ്യണ കാര്യം നമുക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ചില ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ രാവിലെ പറ്റില്ല, ചിലപ്പോൾ ഉച്ചയ്ക്ക് പറ്റില്ല, ചിലപ്പോൾ ഞാൻ എടുക്കുന്നത് വെളുപ്പിന് 1 മണിക്കൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. ഉറക്കം ഒളിച്ചിട്ടാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ, നമ്മളെ സ്നേഹിക്കണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് വീഡിയോ എടുക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് പറയണതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു സങ്കടമുണ്ട്. ആ സങ്കടം കൊണ്ടുണ്ട് ഞാൻ പറയണത്, വേറെ ഒന്നും കൊണ്ടല്ല. വേറെ ഒന്നും ആക്കി നിങ്ങൾ വിചാരിക്കണ്ട. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി പറയണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലൊരു സങ്കടം. ഞാൻ ഇത്ര ഇതായിട്ട് എടുത്തിട്ടും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും നമുക്ക് അങ്ങനത്തെ നിങ്ങൾ പറയുമ്പോഴേ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിഷമം തന്നെ. അത് നമ്മളെ സ്നേഹിക്കണവരുടെ അടുത്തല്ലേ നമുക്ക് വിഷമങ്ങളായാലും സങ്കടം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.